ഹായ് ഓൾ ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ ബ്രസീലിൻ്റെ സ്ക്വാഡിൽ കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്താത്തത് വലിയ വിവാദമായിരുന്നു. നെയ്മറെ പോലെയുള്ള ഒരു താരത്തെ ബ്രസീലിന് എപ്പോഴും ആവശ്യമുണ്ട്, അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടതില്ല, അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരണം എന്ന ആവശ്യങ്ങളൊക്കെ ഇപ്പോൾ ബ്രസീലിയൻ ആരാധകർ സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർത്തുന്നുണ്ട്. കൂടാതെ നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് ഇപ്പോൾ അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നെയ്മർ ജൂനിയർ ഇല്ലെങ്കിൽ ബ്രസീലിന് വയ്യ എന്നാണ് ഇതിൽ നിന്ന് വളരെ വ്യക്തമാകുന്നത്. നെയ്മർ ഇല്ലാത്ത മത്സരങ്ങളിൽ പലപ്പോഴും ബ്രസീൽ പരാജയപ്പെടുകയും അതല്ലെങ്കിൽ സമനില വഴങ്ങുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ശതമാന കണക്കൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് നെയ്മർ ജൂനിയറുടെ അരങ്ങേറ്റത്തിന് ശേഷം നെയ്മർ ഇല്ലാതെ 70 മത്സരങ്ങളാണ് ബ്രസീൽ കളിച്ചിട്ടുള്ളത്. ആ 70 മത്സരങ്ങളിൽ 39 മത്സരങ്ങളിലാണ് ബ്രസീൽ വിജയിച്ചിട്ടുള്ളത്. അതായത് വിജയ ശതമാനം വരുന്നത് 56%. അതേസമയം 17 തോൽവികൾ ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് പറയുമ്പോൾ തോൽവിയുടെ ഒരു ശതമാനം വരുന്നത് 25%. ഇനി നെയ്മർ ജൂനിയറോടൊപ്പം ബ്രസീൽ കളിച്ചത് 128 മത്സരങ്ങളാണ്. അതിൽ 92 മത്സരങ്ങളിൽ ബ്രസീൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ വിജയ ശതമാനം 71.87%. അതായത് നെയ്മർ ഇല്ലാതെയുള്ള വിജയ ശതമാനം കേവലം 56 മാത്രമാണ്. അതിപ്പോൾ നെയ്മർ ഉണ്ടെങ്കിൽ 71 വർദ്ധിച്ചിട്ടുണ്ട്. 15 തോൽവികൾ മാത്രമാണ് ബ്രസീലിന് നെയ്മറോടൊപ്പം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതായത് തോൽവിയുടെ ഒരു ശതമാനം വരുന്നത് 11.72%. അതായത് നെയ്മർ ഇല്ലെങ്കിൽ 25% തോൽവികൾ, നെയ്മർ ഉണ്ടായപ്പോൾ 11% തോൽവികൾ മാത്രമാണ് അവിടെയുള്ളത്. ആ ഒരു വ്യത്യാസം അവിടെ വളരെ വ്യക്തമാണ്. നെയ്മർ ജൂനിയർ ഉണ്ടെങ്കിൽ കൂടുതൽ വിജയങ്ങൾ നേടാൻ ബ്രസീലിന് കഴിയുന്നു, തോൽവികളുടെ എണ്ണം കുറയുന്നു. നെയ്മർ ഇല്ലെങ്കിൽ അതല്ല കാര്യങ്ങൾ, വ്യത്യസ്തമാണ് കാര്യങ്ങൾ. ഇതാണ് ഈ ഒരു കണക്കുകളിൽ നിന്നും വളരെ വ്യക്തമാകുന്നത്. ഏതായാലും അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിലെങ്കിലും നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി തിരികെ കൊണ്ടുവരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ ബ്രസീലിയൻ ആരാധകരുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.